CPMൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. രക്തസാക്ഷികളുടെ പേരിലുള്ള ഭൂമി വിറ്റ് കമ്മീഷൻ വാങ്ങിയെന്നാണ് കുറിപ്പിലുള്ളത്. കണ്ണൂർ പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഭൂമി വിൽപ്പനയിലാണ് ആരോപണവുമായി മുൻ ബ്രാഞ്ച് സെക്രട്ടറി രംഗത്ത് വന്നത്. വിവരങ്ങൾ നൽകാനായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം CPMൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വഴി അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ പേരിലുള്ള ഭൂമി വിറ്റ് കമ്മീഷൻ വാങ്ങിയെന്നാണ് കുറിപ്പിലുള്ളതും. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകാനുണ്ടായ ഒരു കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ? CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നേതാക്കന്മാരുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധമൊക്കെ ചർച്ചയായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയൊക്കെ അതിലിടപെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള റഷീദ് ഇപ്പോൾ CPM കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഭൂമി ഇടപാടിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട് എന്നൊരു ആരോപണവുമായി മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പെരിങ്ങോം ഏരിയ കമ്മിറ്റി കീഴിൽ പാടിയോട്ടുചാലിൽ പുതിയതായി നിർമ്മിച്ചിട്ടുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. രക്തസാക്ഷികളുടെ പേരിലുള്ള 16 സെന്റ് ഭൂമി വിറ്റതിൽ വലിയ ഒരു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ട് എന്നും അത് റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിന്റെ ഭാഗമാണ് എന്നുമാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് CPMന്റെ തന്നെ ചെറുപുഴ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള വ്യക്തിക്ക് 9.5 ലക്ഷം രൂപയ്ക്കാണ് ആദ്യം ഭൂമി കച്ചവടം ചെയ്യുന്നത്. എന്നാൽ ഈ ഭൂമി കച്ചവടം ചെയ്ത സമയത്ത് ആ ഭൂമി കച്ചവടം ചെയ്തതായിട്ട് രജിസ്റ്റർ ചെയ്യാതെ ഒരു വർഷത്തേക്കുള്ള എഗ്രിമെന്റ് ആയിരുന്നു ഉണ്ടാക്കിയത്. അതായത് ഈ ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള എഗ്രിമെന്റ് ആക്കിയത് പ്രകാരം ഒരു വർഷത്തിനുള്ളിൽ ഈ ലോക്കൽ കമ്മിറ്റി അംഗം പറയുന്ന ആൾക്ക് ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നായിരുന്നു എഗ്രിമെന്റ്. അങ്ങനെ 9.5 ലക്ഷം രൂപയ്ക്ക് ചെറുപുഴ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ഭൂമി മറിച്ചു കൊടുത്ത വിറ്റ ഭൂമി 15 ലക്ഷത്തിനാണ് ഈ ലോക്കൽ കമ്മിറ്റി അംഗം വിറ്റത് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ ഉള്ളത്. CPM കാഞ്ഞിരപ്പൂയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന റഷീദ് ഇബ്രാഹിമിന്റേതാണ് കുറിപ്പ്. ഈ റഷീദ് നേരത്തെ SFIയുടെ പെരിങ്ങോം ഏരിയ സെക്രട്ടറി ആയിരുന്നു, SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, DYFIയുടെ മേഖലാ ഭാരവാഹിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് CPMൽ നിന്ന് ഇയാൾ പുറത്തു പോവുകയായിരുന്നു. ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ഭൂമി വിറ്റത് രജിസ്റ്റർ ചെയ്യാതെ അയാളുടെ പേരിൽ അയാൾ പറയുന്ന ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന എഗ്രിമെന്റ് തയ്യാറാക്കിയത് എന്തിനാണ്? അങ്ങനെ 9.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ ഭൂമി ആ ലോക്കൽ കമ്മിറ്റി അംഗം മറിച്ചു വിറ്റത് 15 ലക്ഷം രൂപയ്ക്കായിരുന്നു. അതായത് സെന്റിന് 15 ലക്ഷം രൂപയ്ക്കായിരുന്നു. ആ തുകയ്ക്ക് തന്നെ പാർട്ടിക്ക് വിൽക്കാൻ സാധിക്കുമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഈ റഷീദ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി ഓഫീസ് നിർമ്മിക്കുവാൻ ആവശ്യമായിട്ടുള്ള കരാറും ഇതേ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് എന്തിനാണ് കൊടുത്തത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ ലൈസൻസ് ഒന്നും ഇല്ലാത്ത ആളാണ് ഈ ലോക്കൽ കമ്മിറ്റി അംഗം. ചെറുപുഴ ലോക്കൽ കമ്മിറ്റി അംഗത്തിനാണ് ഭൂമി വിറ്റതെന്നും ഓഫീസിന്റെ നിർമ്മാണ കരാർ നൽകിയത് എന്നൊരു ആരോപണവും ആ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ ഇയാൾക്ക് ഈ രീതിയിൽ വഴിവിട്ട രീതിയിൽ പാർട്ടി നേതൃത്വം അയാളെ സഹായിച്ചത് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി നൽകാനൊന്നും നിലവിൽ ഇതുവരെ പെരിങ്ങോം ഏരിയ കമ്മിറ്റിയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയോ ഒന്നും തയ്യാറായിട്ടില്ല. ഫേസ്ബുക്ക് കുറിപ്പിന് കീഴെ വലിയ രീതിയിലുള്ള കമന്റുകളും ഉയർന്നു വരുന്നുണ്ട്. ഈ 9.5 ലക്ഷം രൂപയ്ക്ക് കച്ചവടമാക്കിയ സമയത്ത് ഈ കച്ചവടമാക്കിയ പണം ലോക്കൽ കമ്മിറ്റി അംഗം നൽകിയിരുന്നില്ല. അതിന് പകരമായിട്ട് പാർട്ടി ഓഫീസ് നിർമ്മാണ ചുമതല അയാളെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. നിർമ്മാണം നടത്തുന്ന സമയത്ത് ഈ വിറ്റ ഭൂമിയുടെ പൈസ അതുവഴി ഈടാക്കുകയായിരുന്നു ചെയ്തത്. അതിന്റെ ആവശ്യം എന്താണ് എന്ന ചോദ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിലും ഈ നേതാക്കന്മാരുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രാദേശികമായിട്ടും ഓരോരോ ആളുകളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നത്. ശരി. CPMൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. രക്തസാക്ഷികളുടെ പേരിലുള്ള ഭൂമി വിറ്റ് കമ്മീഷൻ വാങ്ങിയെന്നാണ് കുറിപ്പിലുള്ളത്. കണ്ണൂർ പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവും ബന്ധപ്പെട്ട് നടത്തിയ ഭൂമി വിൽപ്പനയിലാണ് ആരോപണവുമായി മുൻ ബ്രാഞ്ച് സെക്രട്ടറി രംഗത്ത് വന്നത്. വിവരം നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.